മറ്റുള്ളവരെ വിളിച്ച് വലിച്ചപ്പോൾ ഞാൻ വിളിച്ചു ഞാനങ്ങോട്ട് വീണു. ഞാനവിടെ പ്രാഞ്ഞുകൊണ്ട് അവർ കാലെ ചവിട്ടി എന്നെ അവരെ പിടിച്ച് വലിച്ചതല്ല. അവരെ വലിച്ചപ്പോ ഞാൻ അവരുടെ കൂടെ പോയി. അപ്പ പോലീസ് അവരെ വലിച്ചപ്പോ എന്റെ കാൽവക ചവിട്ടി ആ പെണ്ണിലോടി പോലീസ് എന്നെ പിടിച്ച് വലിച്ചില്ല. അവരെ വലിച്ചോ ഞാൻ വലിച്ചു. അപ്പൊ അവര് വീണു, ഞാൻ വീണു. പരാതി വന്നിരുന്നു. പുരുഷ പോലീസുകാരാണോ? അവരാണ് കൂടുതൽ പെണ്ണുങ്ങള് സ്ത്രീകൾ ഏറ്റവും ബാക്കിലായിരുന്നു. കൂടുതലും പുരുഷന്മാരാണ് ഞങ്ങളെ തള്ളി എന്തൊക്കെ കാണിക്കുന്നവരായിരുന്നു. ഇവർക്ക് അതിനുള്ള അധികാരം കൊടുത്ത ആരാന്നറിയില്ല. കൂടുതൽ അവരാണ് ഞങ്ങൾ ഫോഴ്സ് ചെയ്ത് തള്ളി കൊണ്ടുപോയത്. കഴിഞ്ഞ 14 തവണ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ തവണ ഉണ്ടാവാൻ കാരണം അവർക്കത് വാശി പൊളിക്കണതെന്ന്. പക്ഷെ പൊളിക്കാൻ എന്ത് ഞങ്ങളെവിടെ ഇവര് പൊളിക്കുന്നത് വാശി എടുത്ത് ഞങ്ങളെവിടെ പോകാനാ? ഞങ്ങൾ ഗവൺമെന്റിന് കൊടുക്കട്ടെ. നിങ്ങളുടെ ഭർത്താക്കന്മാരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് 2 പേരെ കൊണ്ടുപോയിട്ടുണ്ട്. ആരെയൊക്കെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്? ഇപ്പൊ അച്ഛൻ്റെ കൊച്ചിച്ചന് ഹാർട്ട് പേഷ്യന്റാണ്. ഹാർട്ട് അതിന് നെഞ്ചിന് ചവിട്ടി എന്ന് പറഞ്ഞ ഒരു പോലീസ് ചവിട്ടി കർണത്തിന് അടിച്ചിട്ടുണ്ട്. പുള്ളി വീണ് സുഖമല്ല, മരുന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന പുള്ളി. എന്തെങ്കിലും പറ്റിയുണ്ടോന്നൊന്നും അറിയില്ല. ഇനി വന്നാലേ അറിയാൻ പറ്റുള്ളൂ. അതിന് നേരെ നടക്കാൻ പോലും അതിന് പറ്റില്ലാത്ത സാധനം. അതിന് എന്തൊക്കെ അസുഖം അറിയാമോ? ശ്വാസം മുട്ട്, അതിന് കാലയിൽ കമ്പ്യൂട്ടർ, ക്യാൻസർ, അതിനില്ലാത്ത അസുഖങ്ങളില്ല. അത് മരുന്നിന്റെ പുറത്താണ് നടക്കണേ. അതിന് ഇടിച്ച് വീഴ്ച കൊല്ലാറാക്കി കൊണ്ടായിക്കണേ. അതിനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിന്റെ ചവവും കൊണ്ട് ഞങ്ങൾ പോകും. കമ്മീഷണർ ഗവൺമെന്റ് ഏറ്റെടുക്കട്ടെ. ഗവൺമെന്റ് എടുത്ത് ഞങ്ങൾക്ക് ഗവൺമെന്റ് വീട് സ്ഥലം തരട്ടെ. എന്നിട്ട് ഞങ്ങൾ മാറാന്ന് മാറാന്ന് പറയണില്ല. ഞങ്ങൾ മാറില്ലെന്ന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. സ്ത്രീകളെ 3 സ്ത്രീകളെ മഞ്ജു 3 സ്ത്രീകളെ കൊണ്ടുപോയിട്ടുണ്ട്. അത് പോലീസ് വനിതാ പോലീസുകാരുണ്ടായില്ല, ജീപ്പിലുണ്ടായില്ല എന്ന് പറഞ്ഞു. നമ്മളിവിടെ പിടിവലിയിലാണ് കണ്ടത്. ആണുങ്ങളെ വനിതാ പോലീസ് വീട് വിളിക്കാൻ എന്റെ മോനെ ഞാൻ കൈയുടെ വരുത്തുന്നത് നല്ല അടി അടിച്ചിട്ടുണ്ട് സാറേ. വനിതാ പോലീസ് വന്നിട്ട് വനിതാ പോലീസ് കൊണ്ട് ഞങ്ങളൊക്കെ വലിച്ച് ചിറ്റിച്ച് നെറ്റി തല്ലി ഒരു പോലീസുകാരനാ, ആൺ പോലീസ്. അവിടെ അങ്ങോട്ട് നീങ്ങിപ്പ അതെവിടെ കണ്ടാ ഇതെവിടെ ഈ വഴിയിൽ വെച്ച് ആ താഴത്തേക്ക് പോയിപ്പ. എനിക്ക് തന്നെ അസുഖമാണ്. അവള് പണിയെടുത്ത് ഭർത്താവില്ല വീട്ടിലേക്ക് പോയിപ്പ. വീട്ടിൽ വണ്ടി സൂക്ഷിക്കാൻ പോയപ്പോ പോയതാണ്. അപ്പൊ ഞാൻ തടക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് അയാൾ ആ വാടി ഇങ്ങനെ അതെ. ആ വീട്ടിൽ നിങ്ങൾ എത്ര വർഷമായി ആ വീട്ടിൽ താമസിക്കുന്നു? വർഷം ജനിച്ചു വീണ് 150 വർഷം. 150 വർഷമായിട്ടുണ്ട് സാറേ. അല്ലാണ്ട് ഞങ്ങള് വന്നു കയറിയതല്ല. നുണ പറയണ എന്തിനാ? ഞങ്ങള് വന്നു കയറിയതല്ല. ഞങ്ങള് ജനിച്ച ഭൂമിയാ. അപ്പൂപ്പന്മാരുടെ കാലത്തുള്ളതാ. ഒരാക്കടെ ഭൂമി ഞങ്ങള് കൈ കയറിയിട്ടില്ല സാറേ. അല്ല ഒരുത്തിന്റെ ഭൂമി ഞങ്ങൾക്ക് വേണ്ട. ഇയാള് ഗവൺമെന്റിലേക്ക് പറയട്ടെ. ഗവൺമെന്റ് ഞങ്ങൾക്ക് ഏറ്റെടുക്കട്ടെ. ഇത് ഗവൺമെന്റ് സർക്കാർ ഭൂമിയും വീട് വെച്ചിട്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് വീടും തന്നെ ഞങ്ങൾ ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് വീട് സ്ഥലവും വേണം. ഞങ്ങള് ഒന്നുമില്ലാതെ മക്കളെ വയസ്സായവരെ ക്യാൻസർ രോഗിയായ അച്ഛനമ്മമാരുണ്ട്. അവരൊക്കെ കൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? നിങ്ങൾ പറ, ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് പറ. അതുപോലെ കുട്ടികൾക്ക് മർദ്ദനം വേണ്ടി 2-3 കുട്ടികൾക്ക് അവർക്കൊക്കെ വലിച്ച് ചിറ്റിച്ച് ഒരാൾക്ക് നെഞ്ചിനൊക്കെ പരുക്ക് പറ്റിയിട്ടുണ്ട്. ആ